വർഷത്തിൽ 2 മാസം മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന 80% പ്രദേശവും മഞ്ഞു മൂടിക്കിടക്കുന്ന രാജ്യം ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ലോകത്തെ തന്നെ തങ്ങളുടെ വരുതിയിൽ വരുത്താൻ നോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിടിച്ചെടുക്കാൻ നോക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിലുള്ളതാണ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിന് കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് ഗ്രീൻലാൻഡുകാർ തന്നെ. പക്ഷേ വിദേശ സൈനിക കാര്യങ്ങൾ ഡെൻമാർക്കും. വെനിസ്വേലയ്ക്കെതിരായ നടപടിക്ക് പിന്നാലെ ഗ്രീൻലാൻഡും തങ്ങൾ പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ 5ഓളം രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യം ഗ്രീൻലാൻഡാണ്. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയ്ക്കുള്ള പ്രദേശമെന്ന നിലയിൽ ഗ്രീൻലാൻഡിന് തന്ത്രപരമായ പ്രാധാന്യം ഏറെയാണ്. റഷ്യൻ ചൈനീസ് സാന്നിധ്യം അവിടെ ശക്തമാണ്. നമുക്കത് പിടിച്ചെടുത്തേ തീരൂ. അമേരിക്കയുടെ മുറ്റമാണ് ഗ്രീൻലാൻഡ്. ഏറ്റവും ഒടുവിലായി ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായി ഒരു പ്രത്യേക പ്രതിനിധിയെ ട്രംപ് നിയമിച്ചതും ആവശ്യമെങ്കിൽ സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാത്തതും ഡെൻമാർക്കിനെയും മറ്റ് നാനോ സഖ്യകക്ഷികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ്? അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിനോടുള്ള താൽപര്യത്തിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സൈനിക സുരക്ഷ. ഉത്തരധ്രുവം വഴി റഷ്യയിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡിലെ പിറ്റോവിക് സ്പേസ് ബേസ് അത്യാവശ്യമാണ്. 2, പ്രകൃതി വിഭവങ്ങൾ. ഭൂമിയിലെ അപൂർവ ധാതുക്കൾ, യുറേനിയം, ഇരുമ്പ് എന്നിവയുടെ വൻ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട്. ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നത് ഈ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് എളുപ്പമാക്കുമെന്ന് കരുതപ്പെടുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് ഗ്രീൻലാൻഡിന്റെ കിടപ്പ്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗുമായുള്ള ദൂരത്തേക്കാൾ കുറവാണ് ഗ്രീൻലാൻഡ് തലസ്ഥാനമായ ന്യൂക്കും ന്യൂയോർക്കും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമെന്നാണ് അമേരിക്കയുടെ വാദം. റഷ്യയിൽ നിന്ന് ഒരാക്രമണമുണ്ടായാൽ പെട്ടെന്ന് പ്രത്യാക്രമണം നടത്താൻ സൗകര്യമുള്ള സ്ഥലം. ഗ്രീൻലാൻഡ്, ഐസ്ലൻഡ്, UK ഗ്യാപ്പ് എന്ന് വിളിക്കുന്ന തന്ത്രപ്രധാനമായ സമുദ്രയാന മേഖലയുടെ ഭാഗമാണിവിടം. റഷ്യയും ചൈനയും അടുത്തിടെയായി ആർട്ടിക്കിളിൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ചതും അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക ഗ്രീൻലാൻഡിനെ മോഹിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. മുൻ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ ഇതിനു മുൻപ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങിയതിന് പിന്നാലെയായിരുന്നു ആ നീക്കം. 2ാം ലോകയുദ്ധം അവസാനിച്ചപ്പോൾ പ്രസിഡന്റ് ഹാരി ട്രൂമാനും ഗ്രീൻലാൻഡിന് വിലയിട്ടു. $10 കോടി അദ്ദേഹം ഡെൻമാർക്കിന് മുന്നിൽ വെച്ചു. എന്നാൽ ഡെൻമാർക്ക് അതിന് തയ്യാറായില്ല. അതിനിടയിൽ 1951 അമേരിക്ക തന്ത്രപരമായി മറ്റൊരു നീക്കം നടത്തി. അതിലവർ വിജയിച്ചു. ഗ്രീൻലാൻഡുമായി പ്രതിരോധ കരാർ. പിറ്റോവിക്കിൽ അമേരിക്ക വ്യോമതാവളമുണ്ടാക്കി. ഭൂമിയുടെ വടക്കേ അറ്റത്തെ അമേരിക്കൻ സേനാ താവളം. ഏതാണ്ട് 700-ലധികം സൈനികരും മിസൈൽ മുന്നറിയിപ്പ് സംവിധാനവും ഇവിടെയുണ്ട്. സ്വതന്ത്ര രാജ്യമാകാൻ ഒരുങ്ങുന്ന ഗ്രീൻലാൻഡ് തങ്ങളുടെ രാജ്യം വിൽപ്പനയ്ക്കില്ലെന്ന് അന്നാട്ടുകാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. വിട്ടുകൊടുക്കില്ലെന്ന് ഡെൻമാർക്കും. 2019 2024 ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴൊക്കെ അവരുടെ മറുപടി ഇതുതന്നെയായിരുന്നു. ഇപ്പോഴും നിലപാടിൽ മാറ്റമില്ല. ഗ്രീൻലാൻഡുകാർ സ്വതന്ത്രരാകാം, പക്ഷേ അമേരിക്കയുടെ ഭാഗമാകുന്ന കാര്യം നടക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഡെൻമാർക്ക്. അല്ലെങ്കിലും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നുകയറി അധിനിവേശവും ആക്രമണവും നടത്തുക എന്നത് അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിക്ക് അത് പുത്തരിയൊന്നുമല്ല. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വവും സ്ഥിരതയും കാത്തുസൂക്ഷിക്കാനെന്ന കാരണം പറഞ്ഞുള്ള ഇത്തരം കുതന്ത്രങ്ങൾ എത്ര അപക്വവും കാടത്തവുമാണ്. ഒരു ന്യായീകരണവുമില്ലാത്ത അമേരിക്കയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ ലോകം ഒരു ചേരിയാകുന്ന കാലം വിദൂരമല്ല.